അതിന് ഒനിയൻ സാബ് നല്ല അമർത്തിയാണ്ട് കൈയടിക്കുന്നത്. അപ്പോൾ അയാളെ മനസ്സിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഭിന്നുണ്ട് എന്നാണ് ചിന്തിച്ചിട്ടുണ്ടാവുക. ആ ലെവലിലാണ് കൈയടിച്ചെടുത്തത്. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ബിഗ് ബോസ് റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് രേണുസുതിയാണ്. രേണുസുതി ഇരുന്ന് മോങ്ങുകയാണ്. ഇരുന്നിങ്ങനെ കരഞ്ഞ് മോങ്ങുകയാണ് നമ്മുടെ രേണുസുതി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയെ മിസ് ചെയ്യുന്നു, കുട്ടികളെ മിസ് ചെയ്യുന്നു, അതൊക്കെ ഇരുന്ന് മൂങ്ങുകയാണ്. മൂങ്ങ മീൻസ് കരയുക. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത് ഒരു വീഡിയോ രസത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ അല്ലേ, ആരായാലും ഫാമിലിയെ മിസ് ചെയ്യും. അതിനെ പറ്റിയാണ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. തൊട്ട ശേഷം തന്നെ എപ്പിസോഡിൽ കാണുന്നത് രേണുസുതിയുടെ രുദ്രഭാവം ആവാഹിച്ചിട്ടുള്ള വേറൊരു സീനാണ് കാണുന്നത്. നമ്മുടെ അനീഷും രേണുവുമായിട്ടാണ് തർക്കം നടക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് കണ്ടത്രേ രേണു ഉറങ്ങുന്നത് അനീഷ് കണ്ടെന്ന് പറഞ്ഞത്. രേണു ഉറങ്ങി ഉറങ്ങി ഉറങ്ങി. അപ്പോൾ അവിടുന്ന് രേണു ഇല്ല ഇല്ല ഇല്ല, രേണു ഉറങ്ങുന്നത് ഞാൻ കണ്ടു. എന്ത് ചൊറിയാനല്ലേ. നമ്മൾ മുന്നത്തെ വീഡിയോകളൊക്കെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ചൊറിയാനറിയാം നമ്മുടെ അനീഷിന്. അത് അയാളുടെ ഭയങ്കര ക്വാളിറ്റിയാണ്. ക്വാളിറ്റി മീൻസ് റിയൽ ലൈഫിൽ അത്ര വലിയ ക്വാളിറ്റി അല്ല, പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു മെറ്റീരിയൽ സൂപ്പറാണ്. ഈ ഒരു ചൊറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചിങ് തന്നെയാണ്. ഇതൊരു കണ്ടസ്റ്റൻറ്റിന് റിയൽ ഒരു ഇമേജ്, റിയൽ മുഖം പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു ചൊറിച്ചിലിന് നന്നായി സാധിക്കും. രേണുസുതി നന്നായിട്ട് തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. രേണുസുതിൻ്റെ റിയൽ ഫേസ് ഒന്നും നമ്മളിനി കാണേണ്ടതില്ല. കാരണം കേരളക്കര മൊത്തമായിട്ട് കണ്ടതാണ്. അത് തന്നെയാണ് രേണുസുതി ഇവിടെ കാണിക്കുന്നതും. രേണുവിന് ഒരു മാസ്ക് ഒന്നുമില്ല, ഓപ്പണാണ്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് രേണുസുതി ചോദിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പട്ടി കുരച്ചോന്ന്. കാരണം ബിഗ് ബോസിലെ ഏത് കണ്ടസ്റ്റന്റ് ഉറങ്ങിക്കഴിഞ്ഞാലും പട്ടി കുരക്കുമല്ലോ. ഇതിൽ പട്ടിയൊന്നും കുരച്ചിട്ടില്ല. അപ്പോൾ അതിലൂടെ പോയി നെവിന് അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നെവിൻ ചോദിച്ചു, പട്ടി കുരക്കാത്തതിൻ്റെ പകരമായിട്ടാണോ താൻ കുരക്കുന്നതെന്ന്. ആരോട്? അനീഷിനോട്. അനീഷ ആ കുരക്കണ ലെവലിലാണ് ഇതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സീന് നമ്മുടെ റന ഫാത്തിമയും, അതായത് കുട്ടി, ബിഗ് ബോസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് റന ഫാത്തിമയും ഒനിയൻ സാബു ഫുള്ള് കിച്ചണിലാണ്. കാരണം കിച്ചൻ്റെ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ കിച്ചൻ്റെ മൊത്തം മൂപ്പർക്കാണ് കിട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കിച്ചണ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അധികം നമുക്ക് പുറത്ത് വിസിബിലിറ്റി ഒന്നും കിട്ടില്ല. കാരണം കിച്ചൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകും. അതാണ് കിച്ചൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒനിയനെ കാണണമെങ്കിൽ കിച്ചണിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ റന ഫാത്തിമയും ഒനിയനും തമ്മിൽ സീസൺ തുടങ്ങുമ്പോൾ തന്നെ അത്ര നല്ലൊരു ഇതല്ല. ഇടയ്ക്കിടയ്ക്ക് ഉരസലൊക്കെ ഉണ്ട്. അപ്പോൾ റന തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടന്റ് വേണമെങ്കിൽ ഞാൻ വേണമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ റന ഇങ്ങനെ പോയി അദ്ദേഹത്തെ ഇങ്ങനെ ചൊറിയുന്നുണ്ട്. അപ്പോൾ മൂപ്പരും തിരിച്ച് ചൂടാവുന്നൊക്കെ ഉണ്ട്. കാരണം മുന്നത്തെ ഒരു ടാസ്കിൽ ഈ റനനെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെന്ന് കരുതിയിട്ട് ഈ ഒനിയൻ സാബു എന്താണ് വിട്ട പേര് സെർലാക്ക് എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ മാറ്റിപ്പോൾ സെർലാക്കിലെ പുഴുവാണ് താന്, കീടാണ് താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താണ്. അവസാനം എന്തായി? നമ്മുടെ റന ഫാത്തിമ കരഞ്ഞു. എനിക്ക് ഭക്ഷണം വേണ്ട, ഒരു ഭക്ഷണത്തിന് വരെ കണക്ക് പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിലായി ചിത്രീകരിച്ചു. അത് സ്വാഭാവികമാണല്ലോ. കഴിഞ്ഞ സീസണിൽ 9 സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഭക്ഷണത്തെ ഏറ്റുപിടിച്ചിട്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ. അതാണ് നമ്മുടെ റന കാണിച്ചു കൂട്ടിയത്. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. മാത്രമല്ല വീട്ടിലെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും റനക്കെതിരെയാണ് ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചത്. കാരണം ഒനിയന് ഇത്രയും ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ ഒരു സമയത്ത് നീ പോയിട്ട് ഇങ്ങനെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ ചൊറിയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കൂടി കേട്ടപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു മൈൻഡിൽ ഒരു കരച്ചിൽ വന്നതാണ്. സ്വാഭാവികം, മനുഷ്യനല്ലേ ഉള്ളേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനും RJ ബിൻസിയും തമ്മിലുള്ള കോംബോ. അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു അരസലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെവിൻ പോയത്, കൈ പിടിച്ചുകൊണ്ട്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ നിനക്ക് പറ്റിയില്ലേ എന്ന് ഞാൻ മാറ്റി പറയാം. ഞാൻ എന്തെങ്കിലും മുടി മുറിക്കണോ? ഇതിൻ്റെ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട മുടിയാണ്. ഇനി വേണമെങ്കിൽ തനിക്ക് വേണമെങ്കിൽ ഞാൻ മുറിക്കും. എന്നിട്ട് എണീറ്റ് പോകുമ്പോൾ ബിൻസിക്ക് വേണ്ടി ഞാൻ മുറിക്കുന്നു. ഞാൻ കരുതി വല്ല ലവ് ട്രാക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെന്ന് ഉള്ള സാധ്യത ഞാൻ കണ്ടു. എന്നിട്ട് അതും പറഞ്ഞ് നെവിന് പോയപ്പോൾ ബിൻസി എൻ്റെ അമ്മോ. ബിൻസി എല്ലാതും ഇത് കഴിഞ്ഞിട്ടൊരു എക്സ്പ്രഷനും ഒരു റിയാക്ഷനും ഇടുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ അക്ബറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അക്ബർ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ
ഏത് കണ്ടസ്റ്റന്റിനോട് ബിൻസി പറയുകയുണ്ടായി, അതായത് ലെസ്ബിയൻ കപ്പിൾസിനോട് പറഞ്ഞു ഈ പോയ ആളെയും വിശ്വസിക്കേണ്ടതാണ്. ബിൻസിക്ക് ആ ഒരു ടൈപ്പ് സംഭവമുണ്ട്. ആളുകൾ പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കും, ഓക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു സാധനം എടുത്തേണ്ടിടും. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്, കണ്ടസ്റ്റൻസിനോടാണ് പറയുന്നതെങ്കിലും അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തരാണ്. അതൊരു ഗെയിം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ഡേ ഉള്ള ടാസ്കിലൊക്കെ വിജയിച്ചത് അക്ബറാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പണിപ്പുരയിൽ കയറാനുള്ള ഏക ഒരു അവകാശി അക്ബറാണ്. അപ്പോൾ അക്ബറിന് അത് കയറാനുള്ള ഒരു അവകാശം കിട്ടി. അപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസം ഈ അക്ബർ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബിന്നി വരികയുണ്ടായി അക്ബറിൻ്റെ അടുത്തേക്ക് ഒരു ചപ്പാത്തിൻ്റെ പാക്കറ്റുമായിട്ട്. ഇനി 3 ദിവസം നമുക്ക് ഇതേ കഴിക്കാനുള്ളൂ, അതുകൊണ്ട് ഭക്ഷണം വേണോ അതോ നല്ല വസ്ത്രം വേണോ ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് ബിഗ് ബോസ് എടുത്തിട്ടു. പണിപ്പുരയിലേക്ക് പോകുന്നതിന് മുന്നേ ബിഗ് ബോസ് ചോദിച്ചു, ബിന്നി ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന്. അപ്പം അക്ബറും ഓക്കെ സമ്മതിച്ചു. അങ്ങനെ അക്ബർ പണിപ്പുരയിലേക്ക് പോയി. അങ്ങനെ 20 സെക്കൻഡാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത്യാവശ്യം നല്ല സെക്കൻഡ് തന്നെയായിരുന്നു. കഴിഞ്ഞ ഇതിലൊക്കെ 16 കിട്ടിയത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞതിൽ പോയിട്ട് ഇവർ സാധനം എടുത്ത് ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ ബസറടിച്ചതിന് ശേഷമാണ് എല്ലാം കൊടുന്നു വെച്ചത്. അതുകൊണ്ട് എല്ലാം തിരിച്ചു വെക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് എന്തോന്നറിയില്ല, അക്ബർ എനിക്ക് തോന്നുന്നു 20 സെക്കൻഡിൽ 10 സെക്കൻഡ് ആയപ്പോൾ ആൾ വേഗം പുറത്തേക്ക് തിരിച്ചു വന്നു. കാരണം ഇതൊന്നും പോയതല്ലോ, പട്ടിണിയാവൂലേ. വെറുതെ അല്ല ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ഒരുവിധ ആളുകളൊക്കെ ഭയങ്കര സ്ലിമ്മായിട്ട് പുറത്ത് കയറണേ. ഒന്നും പ്രത്യേകിച്ച് തിന്നാൻ കിട്ടുന്നില്ലാന്ന് തോന്നുന്നില്ലേ. റേഷൻ വളരെ തുച്ഛമായ രീതിയിലാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. ക്യാഷ് കുറവാന്ന് തോന്നുന്നു ബിഗ് ബോസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ബർ പെട്ടെന്ന് ആ പട്ടിണി ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു പാവം പെട്ടെന്ന് 10 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് ടീംമേറ്റ്സ് പറഞ്ഞു ഇങ്ങനെ സമയമുണ്ട് ഉള്ളിലേക്ക് പോകുന്നു. ആള് പോണില്ല പേടിച്ചിട്ട്. അപ്പോൾ കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം സ്വാഭാവികമായിട്ടും അക്ബർ ഏൽപ്പിക്കേണ്ടത് ഈ ഒരു വീക്കിലെ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ അക്ബർ നേരെ അത് അനീഷിനെ ഏൽപ്പിച്ചു. അപ്പോൾ അനീഷിൻ്റെ വേറെ ടിസ്റ്റ്, അനീഷ് ഇത് ഒക്കെ എടുത്തിട്ട് നോക്കിയപ്പോൾ 500 പോയിൻ്റാണ് ഉള്ളത്. 500, 600, 690 പോയിൻ്റായിട്ട് ഉള്ള സാധനം എടുത്തിരുന്നു. അപ്പോൾ 500-നെക്കാട്ടി കൂടുതലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അനീഷ് പറയാണ് ബിഗ് ബോസിനെ കാണിച്ചിട്ട്, ബിഗ് ബോസ് ഇത് കൂടുതൽ പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് ബിഗ് ബോസ് ഇത് തിരിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഐറ്റംസ് മൊത്തം തിരിച്ചെടുക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ആ ഹൗസിൽ റേഷൻ എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞ ഒന്നുമില്ല. ഇത് കിട്ടിയിട്ട് വേണം അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ, അനീഷ് ഉൾപ്പെടെ. എന്നിട്ട് അനീഷ് പറയാണ് ഇതൊക്കെ ബിഗ് ബോസ് തിരിച്ചെടുക്കുമെന്ന് വിചാരിക്കുന്നു എന്ന്. അപ്പം നമ്മുടെ അക്ബർ എടുത്തൊരറ്റ ഒരു സാധനം, ഇയാൾ എന്ത് മനുഷ്യനാണെന്ന്. അപ്പോൾ അവിടുന്ന് നമ്മുടെ അപ്പാനി രവി എന്ത് ഊളയാടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർത്താനം, തീരെ സംസാരിക്കാതെ നമ്മുടെ സരിക ചേച്ചി വരെ എണീറ്റ് നോക്കി ആരെ, നമ്മുടെ അനീഷിനെ. എന്തുകൊണ്ട്? കാരണം ഒരാളും അങ്ങനെ പറയില്ല. കാരണം അയാൾക്ക് വരെയുള്ള ഭക്ഷണമാണ് അത്. ഒരിക്കലും അങ്ങനെ ബിഗ് ബോസിനോട് പറയില്ല ഇതൊക്കെ തിരിച്ചെടുത്തോളൂ എന്ന്. കാരണം അങ്ങനെ ഒരു റൂളും ബിഗ് ബോസ് മുന്നേ അനൗൺസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസർ അടിക്കണമെങ്കിൽ മുന്നേ തിരിച്ചെത്തണം. ബസർ അടിച്ചിട്ട് തിരിച്ചെത്തിയില്ലെങ്കിൽ ആ സാധനം തിരിച്ചു വെക്കുക. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സാധനം എടുക്കുക. അതിൽ കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലുള്ള സാധനം തിരിച്ചേൽപ്പിക്കുക, ബാക്കി നിങ്ങൾക്ക് എടുക്കുക. അതാണ് നിയമം. അത് ബിഗ് ബോസിലുള്ള അനീഷ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. പക്ഷെ അനീഷ് ഇങ്ങനെ ഒരു സംഭവം എടുത്തിടാൻ കാരണം അത് അയാളെ ഗെയിമാണ്. അയാളെ ഗെയിം എന്താ മെയിൻ? ചൊറി. അയാളവിടെ ചൊറിഞ്ഞി, വല്ലാത്ത ചൊറി. എല്ലാവരും അസഹിഷ്ണുത ആക്കേണ്ടല്ല, അതാണ് അയാളെ ഗെയിം. സംഭവം പ്രേക്ഷകരായ നമുക്കിത് കാണാൻ ഭയങ്കര രസമുണ്ട്. ആരായാലും ചൂടാവൂലല്ലേ. ഒരു ഉറ്റു ഭക്ഷണത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടെടുത്തുകൊണ്ടിരുമ്പോൾ അവിടെ ഉള്ള ആളെന്നെ ഇതൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സാധനം മനീഷ് ഭായ്. പിന്നെ നമ്മൾ കാണുന്നത് ഇവരുടെ ബെഡ്റൂമിൽ നമ്മുടെ ആര്യൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ നമ്മുടെ അനു ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ആര്യൻ എന്തോ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു തമാശയ്ക്ക് വേണ്ടി പറയണം. പക്ഷെ അനു അത് എന്ത് താൻ എന്താ പറഞ്ഞത്, എന്താ കാര്യം പറഞ്ഞത്? താനിങ്ങനെ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വിരൽ പൊന്തിച്ച്, അതായത് മിഡിൽ ഫിംഗർ പൊന്തിച്ച് എന്നാണ് അനു പറയുന്നത്. ആ ലെവലിലാണെന്ന് പറഞ്ഞത്. അത് ഭയങ്കര വർത്താനായി. അപ്പോൾ അതിൽ അക്ബർ ഒന്ന് ഇടപെട്ട് അതങ്ങനെ ആയി കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ ഒന്നല്ല, വേറെ വിരല പൊന്തി, അതിന് ആ അർത്ഥമല്ല. മിഡിൽ ഫിംഗർ പൊന്തി കഴിഞ്ഞാലാണ് ആ അർത്ഥം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അനു അത് നിങ്ങളിതിൽ ഇടപെടണ്ടാന്ന്. എന്നിട്ട് അതിനിങ്ങനെ മാറി നിൽക്കുക. കാരണം മുന്നേ പറഞ്ഞിരുന്നല്ലോ അക്ബറിനെ എനിക്ക് പേടിയാണ്, ഒന്ന് കിട്ടിയ ഞാൻ എന്താവുന്നു. അത് അനുവിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇടപെടണ്ടാന്ന്. എന്താ ഇടപെട്ട സീനാവും. പിന്നെ അനുവിനൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അനു അക്ബറാവും. അത് അനുവിന് പേടിയാണ്. അപ്പോൾ അങ്ങനെ ആ സംഭവം ഇങ്ങനെ ഭയങ്കര കുറച്ച് രൂക്ഷമായിട്ട് നിന്നു. പിന്നത്തെ സീനിൽ കാണുന്നത് അനു ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കണം. കാരണം
പണ്ടൊക്കെ കുട്ടികൾ കളിക്കുമല്ലോ, സാറ്റ് കളിക്കുമല്ലോ, 1 2 3 4 പറഞ്ഞവര്. അപ്പോൾ അവിടുത്തെ അക്ബർ പറയും ഇവളെന്താ പുറത്ത് പോയി എണ്ണണെന്ന്. അപ്പോൾ മറ്റാള് അനു കരയണം. അനു നല്ല കരച്ചിൽ കാർഡ് എടുക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, ഒരു സിമ്പതിയും കിട്ടില്ല. കാരണം മുമ്പത്തെ സീസണിലൊക്കെ ഒരുപാട് കിട്ടുക, അപ്പോൾ എല്ലാവരും കോമഡി ആയിട്ടാണ് കാണുള്ളൂ. പക്ഷെ എന്താണത്, ഓരോരുത്തരുടെ മാനസികാവസ്ഥ അല്ലേ, വിഷമം വരുന്നുണ്ടാവും. അവന് അവിടെ പോയിട്ട് ഇങ്ങനെ സാറ്റുമാതിരി ഇങ്ങനെ കരയായിരുന്നു. പിന്നത്തെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്. ഈ ഒരാഴ്ച വീക്ക് കംപ്ലീറ്റ് ആവാനായല്ലോ. അപ്പോൾ അടുത്ത വീക്കിലെ ക്യാപ്റ്റനെ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുക്കാം. അങ്ങനെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസിനോടും പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻറ്റും ഓരോ ആളുകളുടെ പേര് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ അനീഷിന് ഭയങ്കര സന്തോഷം, പെരുന്നാൾ മാസം കണ്ട സന്തോഷം. കാരണം മൂപ്പർക്ക് ക്യാപ്റ്റൻ ആവാന്നുള്ളത് ആ ഒരു ഭാരം ഒഴിഞ്ഞ് കിട്ടുക എന്താ അറിയില്ല, ഭയങ്കര സന്തോഷം മൂപ്പറെ മുഖത്തുനിന്ന് കാണുകയുണ്ടായി. ഇങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ അർഹത നേടിയത് നമ്മുടെ ഷാനവാസും നമ്മുടെ ബിന്നിയും നമ്മുടെ അഭിലാഷും ആയിരുന്നു. അപ്പോൾ അവർ 3 പേരും ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനുള്ള അർഹത നേടി. അതിനുശേഷം നമ്മുടെ അപ്പാനി രവി പറയുന്നുണ്ട് നമ്മുടെ അനീഷിനോട്, നീ ഇന്ന് ഇറങ്ങടാ, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇറങ്ങ, നിന്നെ കാണിച്ചരാ. നിനക്ക് വിണ്ണിൽ നിന്നും വന്ന താരങ്ങളോട് പുച്ഛല്ലേ? ഞങ്ങളൊന്നും സാധാരണക്കാരല്ലേ, നീ മാത്രം സാധാരണക്കാരെ ഇടയിൽ നിന്ന് വന്ന ആളല്ലേ? നിങ്ങൾക്ക് ആക്ടേഴ്സിനെ അറിയില്ലല്ലേ? ഞാനൊക്കെ 8 വർഷമായി ജനങ്ങളെ കാണുന്നത്, നീയൊക്കെ ഇതിൽ വന്നിട്ടല്ലേ അറിയുന്നുള്ളൂ. നീണ്ട് ഇറങ്ങി നിന്നെ കാണിച്ചു തരാന്നൊക്കെ ഭയങ്കര ബാലിശമായിട്ടുള്ള സംസാരമായി പോയി. കാരണം ഈ അപ്പാനി രവിയും ഈ അനീഷും നിൽക്കുന്നത് ബിഗ് ബോസ് ഹൗസിലാണ്. ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും തുല്യരാണ്, മനസ്സിലായ? കണ്ടസ്റ്റൻസ് എന്നുള്ള ടാഗോടാണ് എല്ലാവരും അവിടെ മത്സരിക്കുന്നത്. അവിടെ ആക്ടേഴ്സും മറ്റൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സംസാരം ഭയങ്കര ബാലിശമായിട്ട് തോന്നി. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ അനീഷിൻ്റെ അറ്റ്യൂഡ് എന്താ, തല ഇങ്ങനെ പൊക്കിങ്ങാണ്ട് ഒരു മറ്റേ സ്റ്റൈലിൽ മറ്റേ ഗംഗാരികൾ നടക്കണ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ ലെവലിൽ നടന്നു പോകും. അപ്പം ഇത് കാണുമ്പം അനീഷിന് വീണ്ടും അഗ്രഷൻ കൂടും. ശരിക്കും അനീഷിനെ നേരിടേണ്ടത് ഇങ്ങനെ ഈ അഗ്രസീവായിട്ടുള്ള രീതിയിലല്ല. കാരണം ഈ അഗ്രസീവായ രീതിയിൽ സംസാരിക്കുമ്പോൾ വീണ്ടും അനീഷ് അവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ പ്രേക്ഷകരുടെ മുമ്പിൽ അനീഷിനെ വിജയിച്ച് നിൽക്കണേ. അപ്പനി വെറുതെ ഇങ്ങനെ അഗ്രസീവായിട്ട് കുരക്കും പൊട്ട് കടിക്കില്ല, ആ ഒരു ലെവലിലാണ് പോകുന്നത്. ശരിക്കും അവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഷാനവാസിൻ്റെ മാതിരിയാണ്. ഷാനവാസ് എങ്ങനെയാണ് ഈ അനീഷിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊപ്പം നടന്നത്, അയാൾ അതേ നാണയത്തിൽ ഒരു ചൊറി എന്ന് പറയാൻ പറ്റില്ല, വേറെ രീതിയിലുള്ളൊരു ടാക്ലിംഗ് ആണ് അയാൾ നടത്തുന്നത്. കാരണം ഒപ്പം നടന്നുകാണ്ട് എന്താ പാട് ഇങ്ങനെയൊക്കെ തോളിലൂടെ കൈയൊക്കെ കെട്ടിപ്പിടിക്കുക, അതൊന്നും നമ്മുടെ അനീഷ് ഭായിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഷാനാസ് എപ്പോഴൊക്കെ ആ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭയങ്കര അസഹിഷ്ണുത, ഭയങ്കര ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിലാണ് നമ്മുടെ അനീഷ് ഭായിനെ കാണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും അഗ്രസീവ് അല്ലാത്ത രീതിയിൽ ആ രീതിയിലോ മറ്റു രീതിയിലോ വേണമായിരുന്നു അനീഷിനോട് സമീപിക്കാൻ. അവിടെ അനീഷിനേക്കാൾ മുകളിൽ അപ്പാനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അഗ്രസീവായിട്ടൊക്കെ ഇയാളടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഇയാൾ വേറൊരു ലെവലാണ്. ഇന്നത്തെ സീൻ നമ്മൾ കാണുന്നത് വീക്ക് എൻഡ് ആയല്ലോ. അപ്പോൾ എങ്ങനെ ആയാലും സ്വാഭാവികമായിട്ടും ജയിൽവാസം ഉണ്ടാവും. അതെല്ലാ സീസണിലുള്ള പോലെ തന്നെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, അതായത് ജയിലിലേക്ക് പോകണമെന്നും ഈ വീക്കിൽ തോന്നുന്ന ആളുകളെ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റനൊരു അവസരമുണ്ട്, ഒരാളെ നേരിട്ട് ജയിലിലേക്ക് പറഞ്ഞയക്കാം. ഈ ഒരു അപ്പാനിയും അനീഷും തമ്മിലുണ്ടായ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ഉറപ്പ് ചെയ്യുന്നത് അനീഷ് അപ്പാനിനെ എടുത്തിടുന്നു. അതന്നെ അവിടെ സംഭവിച്ചു. അപ്പാനി ശരത്ത് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പാനി എണീറ്റുന്നു. അപ്പാനി അത് പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ബാക്കി എല്ലാവരും കൂടി വേറൊരാളെ സെലക്ട് ചെയ്യാൻ, 2 ആളുള്ളത്, ഒരാളെ ഓൾറെഡി സെലക്ട് ചെയ്തു അപ്പാനി, പിന്നെ വേറൊരാളും കൂടി സെലക്ട് ചെയ്യാനുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസും കൂടി തീരുമാനിച്ചു. അത് ഭാഗ്യവശാൽ നമ്മുടെ അനുവിനാണ് വീണത്. അപ്പോൾ അങ്ങനെ ഈ സീസണിലെ ഫസ്റ്റ് ജയിൽവാസം നമ്മുടെ അപ്പാനിയും അനുവും കൂടി ചേർന്ന് ജയിലിലേക്ക് പോകാമെന്നുള്ള തീരുമാനം ഉണ്ടായി. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ബിന്നി പറഞ്ഞത് നമ്മുടെ ഒനിയൻ സാബുവിനായിരുന്നു. സ്വാഭാവികമായിട്ടും ഒനിയൻ സാബുവിനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒനിയൻ സാബുവിനെ പറയുന്നുള്ളത്. കാരണം അയാൾ കിച്ചണിൽ നല്ല രീതിയിലാണ് വർക്ക് ചെയ്തെന്നാണ് നമ്മുടെ പ്രേക്ഷകരെ കണ്ണിലൂടെ കണ്ടത്. അപ്പോൾ ഒനിയൻ സാബുവിനെ ബിന്നി പറഞ്ഞപ്പോൾ അടുത്തിരുന്ന നമ്മുടെ അപ്പാനെ പറയുന്നുണ്ടായിരുന്നു, എന്തത് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അപ്പാനെ ഇരുന്നിരുന്നത്. അപ്പോൾ ഒനിയൻ സാബുവിനെ പറഞ്ഞത് നല്ല രീതിയിൽ എല്ലാ മേഖലയിലും കിച്ചണിൽ അദ്ദേഹം ഇടപെട്ടില്ല എന്നാണ് ബിന്നി പറഞ്ഞത്. അപ്പോൾ അതിന് ഒനിയൻ സാബ്
നല്ല അമർത്തിനാണ് കൈയടിക്കുന്നത്. അപ്പോൾ അയാളെ മനസ്സിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഭിന്നുണ്ട് എന്നാണ് ചിന്തിച്ചിട്ടുണ്ടാവുക. ആ ലെവലിലാണ് കൈയടിച്ചെടുത്തത്. അത് കാണാൻ രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ RJ ബിൻസിയെ നമ്മുടെ നിവിനും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഭൂരിപക്ഷം അനുവിന് വന്നുകൊണ്ട് അനു പോയി. അപ്പോൾ അതിനുശേഷം RJ ബിൻസിയും നിവിനും തമ്മിൽ ഒന്ന് കൊമ്പ് കുറുകയുണ്ടായി. ഇന്ന് തന്നെ രണ്ടാളും കൂടി പറഞ്ഞിരുന്നത് എൻ്റെ മുടി വേണമെങ്കിൽ ഞാൻ ബിൻസിക്ക് വേണ്ടി വിട്ടു, ബിൻസിക്ക് വേണ്ടി മാത്രം എന്നൊക്കെ പറഞ്ഞ അവന് നേരെ കീരിൻ പാമ്പുമായിരിയായി. ഭയങ്കര സംസാരം. അതിനിടയിൽ നമ്മുടെ ഷാനവാസ് പോയിട്ട് ഈ എരുതിയിലൊക്കെ എണ്ണ ഒഴിക്കാന്ന് പറയില്ലേ, ആ ലെവല് കയ്യടിക്കുക. ആർക്ക്? നിവിന് വേണ്ടിയിട്ട്. കാരണം ഷാനവാസ് ബിൻസിക്കെതിരാണ്. ഷാനവാസ് അതിൽ പറയുന്നുണ്ട് ഇവൾക്കെതിരെ സംസാരിച്ചപ്പോൾ അതിൻ്റെ ശബ്ദം പോയി. കാരണം മൂപ്പര ശബ്ദം നടഞ്ഞിട്ടുണ്ട്. നമ്മുടെ MS തൃപ്പൂണിത്തരൻ്റെ ആ ഒരു ശബ്ദക്കായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവള് കാരണമാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈയടിച്ചു കൊടുക്കുക. ഇവർ ഒരുപാട് സമയമായി ഇങ്ങനെ തർക്കം. കാരണം ഒരുപാട് സമയമായി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വന്ന് മാറ്റണം. കാരണം അത് ഫിസിക്കൽ അസാൾട്ടിലേക്ക് മാറും. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് ആര് സിജോയും റോക്കിയും തമ്മിലുള്ള ആരും ഇടപെട്ടില്ല. കുറേ സമയം അത് പോയത് കൊണ്ടാണ് റോക്കി പ്രകോപിതനായിട്ട് അടിച്ചത്. അപ്പോൾ ആ ലെവലിൽ ആവശ്യിച്ചിട്ട് നമ്മുടെ മുൻഷിയാണനൊക്കെ ഇടയിൽ പോകുന്നുണ്ട്. ഈ ഷാനവാസ് മാറ്റി നിർത്തരുത്. തീ അണക്കാൻ പോകുമ്പോൾ മാറ്റി നിർത്തരുത്. വീണ്ടും പോയി കൈയടിക്കുക. ഏതാ ഏറ്റവും ഷാനവാസ്? പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനീഷ് ഭായിനെയാണ്. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അനീഷ് ഭായി പറയുന്നുണ്ട് ഈ ബിഗ് ബോസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാൻ ആരറ്റും മിണ്ടില്ല, ആരറ്റും കൂട്ടുകൂടില്ല, എനിക്ക് നിങ്ങളൊക്കെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ സീസണിൽ ആരോഗ്യമാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോറ ഈ ലെവലിലായിരുന്നു ചിന്തിച്ചിരുന്നത്. ആ ലെവലിലാണ് ഇപ്പോൾ അനീഷും പറഞ്ഞത് ഞാൻ ആരറ്റും ഒരു കമ്പനി ഇല്ല, എല്ലാവരുടെ ശത്രുക്കളെന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ അനു വേറൊരു രീതിയിൽ ഇത്രയും ദിവസത്തെ ഒരു അപ്രോച്ചല്ല അനു വേറെ രീതിയിൽ. അനു ചേട്ടാ എൻ്റെ കല്യാണം ഉണ്ട്, ചേട്ടൻ വരില്ലേ? അനീഷിനെ വരൂല. അപ്പോൾ അനു പറയുന്നു ചേട്ടാ ഞാൻ സിംഗിളാണ്, ചേട്ടനക്ക് വേണമെങ്കിൽ നമുക്ക് ഒരുമിക്കാമെന്ന രീതിയിലൊക്കെ. അപ്പോൾ അനീഷ് ഇങ്ങനെ അയ്യോ വേണ്ട എന്ന്. പിന്നെ നമ്മൾ കാണുന്ന സുഹൃത്തുക്കളെ ക്യാപ്റ്റൻസി ടാസ്കിനുള്ള ഒരു വേദി ഒരുങ്ങിയതാണ് നമ്മൾ കാണുന്നത്. മത്സരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരുടെയും, അതായത് നമ്മുടെ ബിന്നി, അഭിലാഷ്, ഷാനവാസ് 3 പേരുടെയും ഒരു കട്ടൗട്ട്, ചെറിയൊരു കട്ടൗട്ട് തൂക്കിയിട്ടുണ്ടാവും. ഈ 3 പേരുടെയും കണ്ണ് കെട്ടും. എന്നിട്ട് കറങ്ങുന്ന ഒരു റിങ് പോലുള്ള കറങ്ങുന്നതിൽ അവരെ കയറ്റി നിർത്തും. നമ്മുടെ ഒനിയൻ സാബ് അതിങ്ങനെ കറക്കും. അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു വടി കൊണ്ട് അടിക്കണം. ആരുതാന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ആരുതാണോ ആദ്യം നിലത്തേക്ക് വീഴുന്നത് അവർ ക്യാപ്റ്റൻ. അപ്പോൾ അതിൽ നമ്മുടെ ഷാനവാസ് നല്ലൊരു പൊട്ട് കൊടുത്തു. ഷാനവാസിൻ്റെ കട്ടൗട്ട് നിലത്ത് വീണു. സ്വാഭാവികമായിട്ടും അടുത്ത വീക്കിലെ ക്യാപ്റ്റൻ ഷാനവാസായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏകകണ്ഠ്യേന. അപ്പോൾ ഇനി ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടെന്നുള്ളത് പേഴ്സണലി എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അയാൾ എങ്ങനെ ആയിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുക, നമ്മൾ അനീഷ് ഭായിനൊക്കെ എങ്ങനെ അയാൾ നേരിടും എന്നൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ക്യാപ്റ്റൻ ആയിരിക്കെ ഇമ്മാതിരി അനീഷ് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റനെ അല്ലാതെ ഇരിക്കുമ്പോൾ വെറും നോർമൽ കണ്ടസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ അനീഷിൻ്റെ ചൊറിച്ചിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ സീസണിലെ ബിഗ് ബോസിൻ്റെ ആദ്യത്തെ ജയിൽ ഉദ്ഘാടനം നമ്മുടെ ക്യാപ്റ്റനായ അനീഷിനെ ബിഗ് ബോസ് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം നാട മുറിക്കുന്ന സീനാണ് പിന്നെ അടുത്ത് കാണിക്കുന്നത്. അതിനിടയിൽ ചെറിയ ഒരു പ്രസംഗമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ നമ്മളെ ഇവനൊക്കെ നിൽക്കുന്നുണ്ട്, അപ്പാനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പാനിക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അനീഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സംഭവം അപ്പാനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു സീനൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് അപ്പാനിയും നമ്മുടെ അനുവും ജയിൽ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ളിലേക്ക് അടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അനീഷ് അത് ലോക്ക് ചെയ്യാൻ വേണ്ടി അടക്കുമ്പോൾ അനുവിനെ തല പുറത്തിട്ടു. തല മാറ്റി തട്ടും പറഞ്ഞിട്ട് അനീഷാണ്ട് അടക്കുന്നത്. അപ്പോൾ അനു പറയണം ഓ എൻ്റെ തലയിൽ തട്ടുമ്പോഴൊക്കെ ചേട്ടനക്ക് പേടിയുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മറ്റേ ഒരു ലൈനിൽ നേരത്തെ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ ഞാൻ സിംഗിളാന്ന് പറഞ്ഞ ആ ലെവലിൽ അതിൻ്റെ തുടർച്ച എന്നോളം സംസാരിച്ചാണ്. അപ്പോൾ അവിടുന്ന് ഷാനവാസ് അവിടെ ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് മുടക്കുന്നുണ്ട്. ഞാൻ കരുതി അനു ഈ ഒരു ലെവലിൽ, ഒരു കോമഡി ലെവലിൽ ഈ ഒരു ട്രാക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു കരുതി. പക്ഷെ അതല്ല നടന്നത്. അവിടെ അനു ജയിലിലായിരിക്കെ അനീഷ് പുറത്ത് വന്ന് കുറച്ച് മാറി നിന്നിട്ട് നിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല, മാറി നിൽക്കണം, അങ്ങനത്തെ ആളാണ് താൻ, മറ്റാളാണ്, അങ്ങനെ രീതിയിലൊക്കെ സംസാരിച്ചു. അത് കുറച്ച് ചെറിയ നല്ല രീതിയിലൊരു വാക്കവത്തിന് ഇടയുണ്ടാക്കി. അതിലും അതിനേക്കാളും കൂടുതൽ സംസാരിച്ചത് നമ്മുടെ അപ്പാനിയാണ്. അപ്പാനി ഇപ്പോഴും നമ്മുടെ അങ്കമാലി വിട്ടിട്ടില്ല. ആ ഒരു ലൈൻ തന്നെ ആ ജയിലിൻ്റെ ഉള്ളിൽ കൂടി കൈ തുളച്ചിങ്ങാണ്ട് ഇടോ എന്നറിയാണ്ടാണ് മൂപ്പര് സംസാരിക്കുന്നത്. തനിക്ക് എന്താണ്
താരങ്ങൾ അപ്പോഴും എടുത്തിടുന്നതാണ്, തനിക്ക് താരങ്ങളെ പറ്റില്ലല്ലേ. അനു 11 കൊല്ലായി ജനങ്ങളെ കാണുന്നത്, ഞാൻ 8 കൊല്ലായി ജനങ്ങളെ കാണുന്നത്. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്, താരങ്ങൾ ആരാണെന്ന്, ആക്ടേഴ്സ് ആരാണെന്ന് കാണിച്ചാൽ ആക്ടേഴ്സിന് തനിക്ക് വിലയില്ലല്ലേ. ആക്ടേഴ്സിന് വിലയില്ല എന്നൊന്നും പറയില്ല, ആക്ടേഴ്സിന് വിലയുണ്ട്. അതേപോലെ തന്നെ സാധാരണക്കാരന് വിലയുണ്ട് മിസ്റ്റർ അപ്പാനി. അല്ലാതെ ആക്ടേഴ്സ് വേറെ ലെവലും സാധാരണക്കാരൻ വേറെ ലെവലല്ല. ബിഗ് ബോസിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, ബിഗ് ബോസിൽ എല്ലാവരും സമമാണ്. ഇന്ന് അയാൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അയാൾക്ക് ഒരു ഓപ്ഷൻ കിട്ടി, തന്നെ ജയിലിലാക്കി. നാളെ താനെ തൻ്റെ കഴിവ് ഉപയോഗിച്ച് ക്യാപ്റ്റൻ എന്നിട്ട് അയാൾ ജയിലിലാക്ക്. അതല്ലേ ഹീറോയിസം. അതിനിടയിൽ ബിഗ് ബോസിൻ്റെ ചപ്പാത്തി പരത്താൻ വേണ്ടിയുള്ള സാധനം കൊണ്ടില്ല. ഇവർ ജയിലിൽ കിടക്കുന്നവർക്ക് പണിഷ്മെൻ്റ് ആണല്ലോ അത്. അതിൽ ചതുരത്തിലുള്ള ചപ്പാത്തി, വട്ടത്തിലുള്ള ചപ്പാത്തി, ത്രികോണത്തിലുള്ള ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പോയിട്ടാണ് അത് വായിച്ചു തുടങ്ങുന്നത്. അതൊക്കെ അപ്പം ഇങ്ങനെ പല്ലുറപ്പിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയില്ലേ, കോൺട്രാക്റ്റിൽ ഒപ്പിട്ടില്ലേ, ചെയ്തേ പറ്റൂ. മനസ്സില്ലാ മനസ്സോടെ ഇരുന്ന് 2 പേരും കൂടി ഉണ്ടാക്കി. എന്നിട്ട് അത് അനീഷിനെ ഏൽപ്പിച്ചു. അനീഷ് അത് കൊണ്ടുപോയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. അനീഷ് പുറത്ത് വന്നപ്പോൾ ഇവർ കൈ കഴുകാനൊക്കെ പോയി. അപ്പോൾ അനീഷ് പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവർ കൈ കഴുകാൻ പോയി. അപ്പോൾ ഉള്ളിലൂടെ റൂമുണ്ട്. അപ്പോൾ ഉള്ളിലൂടെ അനുവും നമ്മുടെ അപ്പാനിയും കൂടി ഉള്ളിലൂടെ പോയി കിച്ചണിലെ ആ കബോർഡിൻ്റെ താഴത്ത് ഒളിച്ചിരുന്നു, വെറുതെ ഇയാളെ പറ്റിക്കാൻ. അപ്പോൾ അനീഷിൻ്റെ ഹെഡ് മാസ്റ്റേഴ്സിനെ പോലെ ഇങ്ങനെ നടന്നു പോകും. അവസാനം കണ്ടെത്തി. അനീഷ് പറയാണ് പാതിരാത്രിക്ക് ഒരു കളി, എനിക്കൊന്നും മനസ്സിലാവണില്ല അനീഷ്. അങ്ങനെ ഒരു ചെറിയൊരു ഫണ്ണി എലമെൻറ്റ്സ് അവിടെ നടന്നു. എന്നിട്ട് വീണ്ടും അവർ ജയിലിനുള്ളിലേക്ക് പോയി. പിന്നെ എപ്പോഴോ 3 മണിയൊക്കെ ആയി എന്നാണ് സ്ക്രീനിൽ കാണിച്ചത്. എന്നിട്ട് വീണ്ടും അനീഷ് എടുത്തു കൊടുത്തിരിക്കുന്നത് ചപ്പാത്തി പരത്താൻ. ബിഗ് ബോസിൻ്റെ അടുത്ത ടാസ്ക്. ഇതിലും വട്ടത്തിലും വേണം, ചതുരത്തിലും വേണം, ത്രികോണത്തിലും വേണം. നമ്മുടെ അപ്പാനിക്ക് എനിക്കൊന്നും പറ്റില്ല, താൻ പോടും. എന്നിട്ട് അനു ഇത് കേൾക്കുമ്പോൾ അനുവിനോട് ഇവിടുന്ന് വേണ്ട രാവിലെ ചെയ്യാം. അങ്ങനെ ആ ഒരു സംഭവം ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചു. നാളെ അവർ അത് പരത്തുകയോ ഇല്ലെന്ന് നമുക്കല്ല, ഉറപ്പായിട്ടും പരത്തേണ്ടി വരും. കാരണം ബിഗ് ബോസിൻ്റെ ഹൗസല്ലേ, ചെയ്തേ പറ്റൂ. ഇത് കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതല്ലേ. ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അനീഷ്, അതുപോലെ തന്നെ നമ്മുടെ അപ്പാനിയും. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഈ 2 എപ്പിസോഡായി നോക്കുമ്പോൾ നമ്മുടെ അപ്പാനിയും അതേപോലെ അനീഷും തമ്മിലുള്ള കോമ്പോ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അപ്പാനിൻ്റെ ഓരോ റിയാക്ഷനും കാട്ടിക്കൂട്ടിലൊക്കെ അപ്പാനി ശരിക്കും നമ്മുടെ അങ്കമാലി ഡയറീസിലെ ആ ഒരു ക്യാരക്ടറായിട്ട് വിട്ടിട്ടില്ല, ആ ലെവലിലാണ് നിൽക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സംഭവ വികാസങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.